ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ ഇ.പി. ജയരാജന്റെ ആത്മകഥ, അതിന്റെ തിരക്കഥ ഷാഫി പറമ്പിൽ എഴുതിയ പോലെയാണ്, നടപ്പിലാക്കിയത് വി.ഡി. സതീശൻ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. LDF സ്ഥാനാർത്ഥി പി സരിൻ രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി സജീവമായി പാലക്കാട് നഗരത്തിലൂടെ കറങ്ങുകയാണ്. രാവിലെ ഭക്ഷണം കഴിച്ചില്ല. രാവിലെ ഭക്ഷണം കഴിക്കുക, അതുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കുകയാണ്. എന്താ ഫേവറേറ്റ് എന്താണ്? അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മുടെ വിശപ്പ് മാറുന്ന, ആരോഗ്യത്തിന് വലിയ മോശമല്ലാത്ത ഏത് ഭക്ഷണവും കഴിക്കും. അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല. അമ്മ ഉണ്ടാക്കി തരുന്നൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് കുറെ കാലമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അമ്മ തിരുവില്ലാമലേ താമസിക്കുന്നത്, ഞാൻ ഒറ്റപ്പാലത്തും പാലക്കാടും ഒക്കെ ആയിട്ടാണ്. അമ്മയുടെ ഭക്ഷണമാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്. അതെ അതെ. ഇന്ന് എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ? എവിടെയൊക്കെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? കൽപ്പാത്തിയിലെ 2ാം തീയതി. നമ്മളിപ്പോൾ ഉള്ളത് ഒലവക്കോടാണ്. ഈ സ്ഥലം 10 മണിവരെ ഒലവക്കോടിന്റെ ഈ പ്രദേശങ്ങളാണ് കവർ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് 10 മണിക്ക് തേരിന്റെ 2ാം തേരിന്റെ മന്തക്കര ഗണപതി അവിടെ നിന്നുള്ള തേരിന്റെ അവിടെ ഒന്ന് പോകണം. അതിനുശേഷം വീണ്ടും നൂറണിയിലും, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ തന്നെ ഗൃഹസന്ദർശനങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇ.പി. ജയരാജൻ സഖാവ് വരുന്നുണ്ട്, അത് പൊതുയോഗമുണ്ട് രാവിലെ. അങ്ങനെ എല്ലാ ദിവസങ്ങളെയും പോലെ സജീവമായ ഒരു ദിവസമാണ്. ഈ ഇ.പി. ജയരാജൻ ഇന്നലെ ഒരു വലിയ വാർത്ത സൃഷ്ടിച്ച് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട്, അതും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു. അദ്ദേഹം സൃഷ്ടിച്ച വാർത്തയല്ലാതെ വാർത്ത സൃഷ്ടിച്ചവരാരാണെന്നുള്ളതിന്റെ ഗൂഢാലോചന പുറത്തു വരണം. ഈ തിരികെ കയറ്റിയ ഒരു പേജിനെ പറ്റി അദ്ദേഹം വാർത്ത സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തെറ്റായ റിപ്പോർട്ടിംഗ് അല്ലേ? അദ്ദേഹം എഴുതി കൊടുത്തതോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാചകങ്ങളോ വാക്കുകളോ അല്ല പുസ്തകം എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. അത് ബോധപൂർവം ഉണ്ടായ ഒരു അട്ടിമറി ശ്രമമാണെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നിൽ ആരെന്നാണ് കരുതുന്നത്? സ്വാഭാവികമായിട്ടും എഴുത്തും വായനയും വശമുള്ള കോൺഗ്രസ്സുകാർ വളരെ അപൂർവമാണ്. എന്നാൽ പോലും കുതന്ത്രങ്ങൾ മെനയാൻ, ഉപജാപങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന, എഴുത്തും വായനയും അറിയുമെന്ന് മേനി നടിക്കുന്ന പറവൂരുകാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന ചില നീക്കങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ ഇ.പി. ജയരാജന്റെ ആത്മകഥ, അതിന്റെ തിരക്കഥ ഷാഫി പറമ്പിൽ എഴുതിയ പോലെയാണ്, നടപ്പിലാക്കിയത് വി.ഡി. സതീശൻ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യക്ഷത്തിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം അത് പുറത്തു വന്നതുകൊണ്ടുകൂടിയാണ്. എന്നിട്ട് 10% പോളിംഗ് കുറഞ്ഞ വയനാടിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പൊ കോൺഗ്രസിന് ഒരു കണക്ക് കിട്ടിയല്ലോ, എത്രയാണ് പ്രിയങ്ക ഗാന്ധി ജയിക്കാൻ പോകുന്നതിന്റെ ഭൂരിപക്ഷം. രാഹുൽ ഗാന്ധി ജയിച്ചതിൽ നിന്ന് 1 ലക്ഷം കുറച്ചോളാനാണ് ജനം പറഞ്ഞിരിക്കുന്നത്. തോന്നിവാസം കാണിച്ചിട്ട്, ജനാധിപത്യത്തെ വെല്ലുവിളിച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരു ആർട്ടാണ്, ഇവന്റ് മാനേജ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ആളുകൾ, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന പുകിലുകൾ, അത് പാലക്കാടും റിഫ്ലക്ട് ചെയ്യും. നേരെ തിരിച്ചാണെന്ന് മാത്രം. ഇവിടെ വോട്ടിംഗ് ശതമാനം കൂടും. എന്തുകൊണ്ട് രാജിവെച്ചു പോയി എന്നുള്ള ചർച്ച ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിച്ചു പോയൊരു മുന്നണി, ഉപേക്ഷിച്ചു പോയൊരു സ്ഥാനാർത്ഥി ഒരാളെ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ വിലയേറിയ വോട്ട് അന്ന് നേടിയില്ലേ, അതിന്റെ വില എന്താണെന്ന് പറഞ്ഞു തരണം. ജനങ്ങൾക്ക് വിലയില്ല എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് 23-ാം തീയതി പാലക്കാടെയും ചേലക്കരയിലെയും വയനാടിലെയും വോട്ടെണ്ണുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്.